പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവ്, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവ്, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയോടെ മാധ്യസ്ഥയിപ്പിക്കുന്നു. കർത്താവെ, ദൂരദേശങ്ങളിൽ താമസിക്കുന്നവരെ, അവരുടെ കുടുംബത്തിലെ സന്ധിക്കാനില്ലാത്ത പ്രായം ചെന്ന മനുഷ്യരെ, അവരുടെ ന്യായമായ ദുഃഖങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അങ്ങനെ കുറേ വിഷയങ്ങളെ കണ്ടു. ജീവിക്കാൻ വേണ്ടി അവർക്ക് പോകാതിരിക്കാനും പറ്റത്തില്ല. പോയതിൻ്റെ പേരിൽ കുടപ്പിറപ്പുകളും കുഞ്ഞുങ്ങളും ഒക്കെ വേദനിക്കുകയും ചെയ്യണം. ഒരു ഇന്നോവേറ്റീവ് ഈബിൾ എന്ന് പറഞ്ഞ പോലെ കുറേ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല, ചെയ്തില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോ കടകമ്പോളങ്ങൾ നടത്തുന്നവരെ, ചെറിയ ചെറിയ വ്യാപാരങ്ങളിലൂടെ കൃഷി, കന്നുകാലി വളർത്തല്, വലിയ കാർഷിക കടങ്ങളകപ്പെട്ടിരിക്കുന്നവര്, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളും, ചില കാര്യങ്ങൾ വിറ്റുമാറ്റി രക്ഷപ്പെടും. പക്ഷെ വിൽക്കാൻ പറ്റണില്ല, വിൽക്കാൻ ആളില്ല, വാങ്ങിക്കാൻ ആളില്ല. അങ്ങനെ കുറേ പ്രയാസം അനുഭവിക്കുന്നവരെ, അവരെല്ലാവരെയും ഈ പ്രഭാതത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ സമാധാനമില്ലാത്ത കുടുംബങ്ങള്, കർത്താവിൻ്റെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിലും ആശീർവാദത്തിലും അവർക്ക് സമാധാനം തിരിച്ചു കിട്ടത്തേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകര്, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങള്, കോളേജിൽ പോകുന്നവര്, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവദുരസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താൽ, ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ, വിശുദ്ധ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും
സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എടുത്ത വചനത്തിൻ്റെ ഒരു ഭാഗമാണ് ഓരോരുത്തരുടെയും കഴിവനുസരിച്ചെന്നില്ലേ. മത്തായി 25:15. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. ഇന്ന് വിഷയം മനസ്സിലായിരുന്നു. നമ്മുടെ സബ്ജക്റ്റ് എന്തായിരുന്നു? പരപിതാവ് ക്രിസ്തുവിനെ നമുക്ക് കൈമാറുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് വിഷയം. ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മയെപ്പോലെ വയറ്റിലിട്ട് വളർത്തി, വീട്ടിൽ നിർത്തി വളർത്തി, ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവഹിതം നിറവേറ്റാൻ കഴിവുള്ള ഒരാളായിട്ട് പരിശുദ്ധ അമ്മയെ ക്രിസ്തു കണ്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ പരിശുദ്ധ അമ്മ കൈമാറിയത് എന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ യഥാർത്ഥ വിഷയം എന്താ? പരമപിതാവ് ക്രിസ്തു ഉൾപ്പെടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് തരണമെങ്കിൽ ക്രിസ്തു ഉൾപ്പെടെ, കാര്യം ഈ അനുഗ്രഹങ്ങളുടെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റാണ് പലപ്പോഴും, ക്രിസ്തുവിൻ്റെ കൂടെ വരുന്ന കോംപ്ലിമെൻ്റായിട്ടാണ് ദൈവം ജോലി, വീട്, വിവാഹം, ഭൗതിക ആനുകൂല്യങ്ങളെ പലപ്പോഴും ദൈവം വിലയിരുത്തണത്. അഥവാ ഭൗതിക ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പരപിതാവ് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിച്ചതിൻ്റെ കോംപ്ലിമെൻ്റായിട്ട് കിട്ടണമെന്നുള്ളതാണ് പരപിതാവിൻ്റെ ആഗ്രഹം. അതെന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കുക. മത്തായി 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പലയിടത്ത് പല വാക്കാണേ. ഇപ്പൊ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ്സ് ആണ്. ജോലി, വീട്, വിവാഹം, ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതെന്താണ്? അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന്. മനസ്സിലായ? അതാണ് വിഷയം. നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങൾക്ക് മക്കളുണ്ടായാലും, നിങ്ങൾ വീട് വെച്ചാലും, അതെല്ലാം നമ്മൾ നേടേണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് പരമപിതാവിൻ്റെ ഒരു നിലപാട്. അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട്, ജോലി, വിവാഹം, വിസ പുതുക്കൽ, ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ ആസ്പദങ്ങളെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത്. പിന്നെന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം. റീഡിയാ, പരപിതാവേ, ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ. പരപിതാവേ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ.
അങ്ങനെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഗുണം അറിയാവോ? അതാണ് ഈശോ പറഞ്ഞത്, എന്നോട് കൂടെ സ്വീകരിക്കാത്തതെന്നില്ലേ ഒരു വചനമില്ല. അതായത് ലൂക്ക 11:23. അത് നമുക്ക് നാളെ കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പക്ഷേ പ്രാർത്ഥന ഇപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തികളാണ് ഉടമ്പടി. ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി, എന്തെങ്കിലും ഉടമ്പടിയിൽ ഞങ്ങൾ പാകപ്പിഴകൾ വരുത്തിയിട്ടുണ്ടോ? ശരിയാണ്, ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാണ്ടിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, പത്രപ്രവർത്തനം, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ വീടുകളിൽ പത്രപ്രവർത്തനം നടത്തിയെങ്കിലും കുറേയൊക്കെ ഞാൻ പള്ളിയിൽ വെച്ച് പോകുന്ന, അങ്ങനെയാണ് ഞാൻ പോയത് ഇവിടെ നിന്ന്. അതൊക്കെ വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് നികത്താനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ എൻ്റെ ഭാര്യയുടെ വർക്ക് പ്ലേസിൽ അവിടെയുള്ള റെസിഡൻറ്റിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഐറ്റംസ് മേടിച്ചു കൊടുത്തും അങ്ങനെയൊക്കെ ചെയ്ത് കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. പിന്നെ പത്രപ്രവർത്തനം നടത്താൻ പറ്റിയില്ലെങ്കിലും ഓൺലൈനിൽ ധ്യാനങ്ങൾ ഞാൻ നിരന്തരം അത് ഓരോരുത്തർക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഓൺലൈനിൽ ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി. അതുപോലെ സാക്ഷ്യങ്ങൾ, അതും ഞാൻ ഓൺലൈനിലായിട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെ വന്നപ്പോൾ മാതാവ് അതിൽ ഇടപെടാൻ തുടങ്ങി. കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഇങ്ങനെ വേണമെന്നുള്ളത്. പക്ഷേ അതിന് ശേഷമാണ് ഈ കാരുണ്യ പ്രവർത്തികളും ചെയ്യാൻ തുടങ്ങിയത്, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ ഈസ്റ്ററിന് ഞാൻ ഒരു തീരുമാനം എടുത്തു, മാതാവേ ഈ ഈസ്റ്ററിനെങ്കിലും എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കാൻ ഉള്ള തീരുമാനത്തിലാണ്. പക്ഷെ എൻ്റെ വിസ എന്ന് പറയുന്നത് വൺസ് എക്സിസ്റ്റായി കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. എങ്കിൽ കൂടിയും ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ഈസ്റ്ററിന് മുമ്പ് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ച ആ വലിയ കാര്യം മാതാവും ഈശോയും ഞങ്ങൾക്ക് സാധിച്ചു തന്നു. 1% പോലും ചാൻസ് ഇല്ലാത്ത ഞങ്ങളെ, ഇപ്പോൾ ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഞങ്ങളുടെ മെറിറ്റ് കൊണ്ടല്ല, ബട്ട് ബൈ ഗ്രേസ് ഞങ്ങൾക്കത് കിട്ടി. ഞങ്ങൾക്ക് റെസിഡൻസി വിസ കിട്ടി. ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അത് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷമായിരിക്കണം എല്ലാവരും അറിയേണ്ടത് ഞങ്ങൾക്ക് റെസിഡൻസി കിട്ടാന്നുള്ളത്. അത് എനിക്ക് നടന്നു കിട്ടി ഇന്ന്. പിന്നെ എൻ്റെ ഭാര്യ വീട്ടുകാർക്കൊരു വർഷങ്ങളായിട്ട് അവർ രാജസ്ഥാനിലാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു വീടില്ലായിരുന്നു. അത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും ഒരു വർഷമായിട്ട് ഞങ്ങൾ അത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി ഇപ്പോൾ ആ വീട് പണി ഏകദേശം പൂർത്തിയായി. അതിൻ്റെ ഫിനിഷിംഗ് പോയിൻറ്റിലാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ കാലിന് ഒരു ലെഗ്മെൻറ്റിന് ഒരു പരുക്ക് പറ്റി. ഞാൻ ആശുപത്രിയിലൊന്നും പോയില്ല. മാതാവിൻ്റെ ആ തൈലം പുരട്ടി തന്നെ ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ആ കാലിൻ്റെ വേദന, ലെഗ്മെൻറ്റിൻ്റെ ആ അവസ്ഥ എനിക്ക് മാറി കിട്ടി. അതും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. മാതാവ് എനിക്ക് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ലിഡിയ. ഞാൻ കൊരട്ടിയിൽ നിന്ന് വരുന്നു. ഞാനൊരു നേഴ്സായിട്ട് സൗദിയിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് UK-യിലും.
ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് 2020 അത് കഴിഞ്ഞ് കോവിഡിൻ്റെ ക്രൈസിസ് എല്ലാം ആയതുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിൽ വരുവാനൊന്നും പറ്റിയില്ലായിരുന്നു. അങ്ങനെ 3 വർഷമായിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് പറ്റിയില്ല, കാണാൻ പോലും പറ്റിയിട്ടുണ്ടായില്ലായിരുന്നു. അങ്ങനെ ആകെ വളരെയേറെ വിഷമത്തിലായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ വീട്ടുകാരെല്ലാവരും. അങ്ങനെ ഇരിക്കെ 2022 ഞാൻ സൗദിയിൽ വെച്ച് UK പോകാനുള്ള ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. പക്ഷെ അത് റിജക്റ്റഡ് ആയിപ്പോയി. മാനസികമായിട്ടും ഞാനും എൻ്റെ ഹസ്ബൻഡും വീട്ടുകാരെല്ലാവരും വളരെയേറെ വിഷമത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു റീആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ വീണ്ടും ട്രൈ ചെയ്തു. പക്ഷേ 6 മന്ത് കഴിയാണ്ട് അതിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ലെന്ന് VFS പറഞ്ഞു. അതും വളരെയേറെ വിഷമത്തിലായിപ്പോയി ഞങ്ങൾക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ OET ട്രൈ ചെയ്യാനായിട്ടൊരു പ്ലാൻ ചെയ്ത് അങ്ങനെ OET എഴുതാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ OETക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ദ കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അതേപോലെ തന്നെ അച്ഛൻ്റെ ഉടമ്പടി പ്രാർത്ഥനകളും ധ്യാനങ്ങളെല്ലാം ഞാൻ ഓൺലൈൻ വഴിയായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എക്സാമിന് പോയപ്പോൾ ഞാൻ ഒരു വെഞ്ചിരിച്ച കാശ് രൂപം മമ്മി തന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനത് എക്സാമിന് പോകുമ്പോൾ നമുക്ക് എക്സ്ട്രാ തിങ്സൊന്നും നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് ആരും കാണാത്ത രീതിയിൽ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പിൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു എക്സാമിന് പോയതും. പിന്നെ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിന് പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഡയറക്റ്റ് റിസൈൻ വെച്ച് ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്ന് ഇവിടെ വന്ന് മാതാവിൻ്റെ കണ്ടതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളായിരുന്നു എന്ന്. അങ്ങനെ OET റിസൾട്ട് വന്നു. എനിക്ക് UK സ്കോർ തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം ഫെബ്രുവരി 22 ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ട് നന്ദിയെല്ലാം പറഞ്ഞ് തിരിച്ചു പോയി. അങ്ങനെ UKക്ക് പോകാനുള്ള വിസയ്ക്ക് വേണ്ടി ഞാൻ മാർച്ച് 20 ആപ്ലിക്കേഷൻ കൊടുത്തു. 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ കൂടി വന്ന 3 ആഴ്ച കൊണ്ട് വിസ റെഡി ആവേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ കഴിഞ്ഞ എക്സാം എഴുതിയവർ വരെ UK എത്തിയിട്ട് പോലും എനിക്ക് വിസ വന്നില്ല. അതിൽ ഞങ്ങൾക്ക് ആകെ ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ മാസം 17 മെയ് 17 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, അടുത്ത 17 അമ്മ ഇതിലൊരു തീരുമാനമാക്കി അമ്മയുടെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണേന്നായിരുന്നു. അങ്ങനെ ഈ കഴിഞ്ഞ 16 വെള്ളിയാഴ്ച ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇന്ന് വെള്ളിയാഴ്ചയാണ്, പിന്നെ ശനി ഞായർ എന്തായാലും മെയിൽ വരത്തില്ല. അപ്പോൾ മമ്മിയോട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്ന് ആ മെയിൽ വരുമായിരുന്നെങ്കിൽ ഒന്ന് തിങ്കളാഴ്ച എന്തായാലും നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവിടെ ചെന്ന് സാക്ഷ്യം പറയായിരുന്നു മമ്മി എന്ന് പറഞ്ഞു. അപ്പം മമ്മി പറഞ്ഞു പ്രാർത്ഥിക്കാം. അപ്പോൾ ഇവിടുത്തെ ടൈമിൽ 3 മണി സമയത്താണ് സാധാരണ മെയിൽ വരാറ്. ഞാനും മമ്മി സംസാരിച്ചത് ഒരു 11:45 12 മണി സമയമാണ് ഉച്ച. അപ്പോൾ അങ്ങനെ പറഞ്ഞ് മമ്മി വീടിൻ്റെ പിറകിലോട്ട് പോയി. ഞാൻ പെട്ടെന്ന് ജസ്റ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് UKVIന്ന് ഒരു മെയിൽ വന്ന് കിടക്കുക, എൻ്റെ വിസ സക്സസ്ഫുൾ ആയിട്ടെന്ന് പറഞ്ഞിട്ട്. ഇത് ശരിക്കും ഒരു മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമെന്ന് ഞാൻ എൻ്റെ കുടുംബം വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവ് പിറ്റേ ദിവസം തന്നെ, അതായത് എനിക്ക് പാസ്പോർട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള മെയിലും ഞാൻ റിസീവ് ചെയ്തു. അങ്ങനെ മാതാവിന് ഒത്തിരി നന്ദി. അതേപോലെ തന്നെ ഞാൻ 17 ആയിരുന്നു കഴിഞ്ഞ മാസം ഇവിടെ വന്നത്. 16 എൻ്റെ പപ്പായ്ക്ക് പെട്ടെന്നൊരു വയറുവേദന വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ പപ്പയ്ക്ക് മൂത്രത്തിൽ കല്ലുണ്ട്, അതേപോലെ തന്നെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ LFT റിപ്പോർട്ട്, അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അത്യാവശ്യം നല്ല ഹൈ ലെവലാണ്. അപ്പോൾ 2nd സ്റ്റേജിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാനസികമായിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോൾ 17 ഞാൻ ഇവിടെ വന്നപ്പോൾ ഉടമ്പടിയിൽ ഞാൻ അതും വച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി തൈയിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പപ്പയുടെ വയറിലും നെറ്റിയിലും കുരിശ് വരച്ച് കൊടുത്തായിരുന്നു. പിറ്റേ ദിവസം തുടങ്ങി പപ്പ വയറുവേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയറുവേദനയൊന്നുമില്ല. അത്രയും ദിവസം ഒന്ന് കുനിയാൻ പോലും പപ്പയ്ക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തുടങ്ങിയിട്ട് പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബ്ലഡ് റിപ്പോർട്ട് നോക്കി.
100 എബവ് ആയിരുന്നത് ഇപ്പോൾ 40 എബവ് ആയി നോർമൽ റേഞ്ചിലേക്ക് വന്നു. മാതാവിന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് സന്ധ്യ രാജീവ്. ഞാൻ മാന്നാർ എണ്ണക്കാട് എന്ന സ്ഥലത്തു നിന്നും വരികയാണ്. എനിക്ക് എൻ്റെ ബ്രസ്റ്റിൽ ഒരു 1.5 വർഷത്തിന് മുമ്പായിട്ട് ഒരു ചെറിയ മുഴ കണ്ടു. അപ്പോൾ എൻ്റെ കുഞ്ഞ് ചെറുതായിരുന്നു. അതിന് ഫീഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു അത് കുഴപ്പമുള്ള മുഴയല്ല, അത് 1 വർഷമൊക്കെ അവിടെ ഇരുന്നാലും അതുകൊണ്ടൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല, കുഞ്ഞിൻ്റെ പാലുകൂടിയൊക്കെ മാറിയിട്ട് അതെടുത്ത് കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞിനൊരു 2 വയസ്സായപ്പോഴത്തേന് ഈ മുഴ വലുതായി വരുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ വേഗം കുഞ്ഞിൻ്റെ പാലുകൂടി നിർത്തി ഇത് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡോക്ടർ ഓപ്പറേഷൻ്റെ തലേ ദിവസം സ്കാൻ ചെയ്തു. അപ്പോഴും അതൊരു ഫൈബ്രോയിഡ് മാത്രമാണെന്നാണ് പറയുന്നത്. ഓപ്പറേഷൻ ചെയ്തു മുഴയെടുത്ത് അത് ബയോപ്സി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ക്യാൻസറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഡോക്ടറെ കാണിച്ചു, ഒരു ഓങ്കോളജി സർജനെ കാണിച്ചു കഴിഞ്ഞപ്പം പുള്ളിക്കാരനാണ് പറയുന്നത് അത് സ്പ്രെഡ് ചെയ്ത് കഷക്കുഴി കൂടെ ആയിട്ടുണ്ട്, ആ ലിംനോഡ് മുഴുവനും എടുത്ത് കളയണം, അവിടെ നല്ല വലുപ്പത്തിലൊരു മുഴയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് 2022 ജൂലൈ 1 ജൂലൈ 12-ാം തീയതി വീടിനടുത്തുള്ള ഒരു അമ്മാമ്മ പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ കൃപാസനം മാതാവിനെക്കുറിച്ച് അറിഞ്ഞ് ഇവിടെ വന്ന് ആ അമ്മാമ്മ ഞങ്ങളെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്ത് ആ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത് എൻ്റെ ശരീരത്തിൽ ഈ വന്നതല്ലാതെ ഇനി ഒരു കോശത്തിന് പോലും ഒരു വയ്യാഴി ഉണ്ടാവില്ലേ മാതാവെന്നാണ് വെച്ചത്. അത് കഴിഞ്ഞായിരുന്നു പെറ്റ് സ്കാനൊക്കെ പറഞ്ഞത്. ആ പെറ്റ് സ്കാനൊക്കെ എടുത്തപ്പം ആ കഷക്കുഴി കൂടെ ഉള്ളൂ, അല്ലാതെ ശരീരത്തിൽ വേറെങ്ങും ഉള്ളതായിട്ട് പറയുന്നില്ല. അങ്ങനെ പിന്നെ ആ കഷക്കുഴി ഓപ്പറേഷൻ ചെയ്തപ്പം അതിൽ 3 മുഴയാണ്. ആ 3 മുഴയില ഒരു മുഴയ്ക്കകത്ത് 0.5% മാത്രമേ ഉള്ളായിരുന്നു ക്യാൻസർ സെല്ല്. അങ്ങനെ അപ്പോൾ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കുമ്പം ഉടമ്പടി തൈലം കുരിശ് വരയ്ക്കുകയും ബ്രസ്റ്റിൻ്റെ ഭാഗത്തും കഷക്കുഴിയിലും അത് പുരട്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി ഉപ്പ് ഏത് ഭക്ഷണ പദാർത്ഥത്തിൽ കൂടിയെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ദിവസം ഒരു നേരമെങ്കിലും അത് കഴിക്കുമായിരുന്നു. അങ്ങനെ 3 മാസങ്ങൾ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പം വീണ്ടും ഒന്നുകൂടെ പെറ്റ് സ്കാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാൻ എടുത്ത് നോക്കിയപ്പം എൻ്റെ ശരീരത്തിൽ ഇല്ല, ക്യാൻസർ സെല്ല് ഇല്ല, എൻ്റെ ശരീരത്തിലെങ്ങും ഒരു എങ്ങും ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ. അത് ഞങ്ങൾക്കൊരു വലിയ, എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സേ ആയുള്ള 8 വർഷം കഴിഞ്ഞുള്ളൊരു കുഞ്ഞുണ്ടായതാണ്. അതിനെ കണ്ട് ഒരിതാവുന്നതിന് മുമ്പേ ആയിരുന്നു എനിക്ക് ക്യാൻസറാണെന്ന് അറിയുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഉടമ്പടി പുതുക്കാൻ, അപ്പോൾ എൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു ജോലി, പോയിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വയ്യാഴി അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വന്ന് ആ ജോലി പോയി എൻ്റെ ചികിത്സയുടെ ചിലവ്, വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കടബാധ്യത ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് 2ാമത്തെ നിയോഗം ഞാൻ വെച്ച് എൻ്റെ ഭർത്താവിന് മാൾട്ടയിലേക്ക് ഒരു വിസ ശരിയായി കിട്ടണേ, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് 2ാമത്തെ നിയോഗം വെച്ചു. ഇപ്പം അതും ഞങ്ങൾക്ക് മാതാവ് നേടിത്തന്നിരിക്കുകയാണ്. ഈ ജൂൺ 28-ാം തീയതി വിസ സ്റ്റാമ്പിങ്ങിനുള്ള ഡേറ്റ്, മാൾട്ടയിലേക്കുള്ള വിസയുടെ സ്റ്റാമ്പിങ്ങിനുള്ള ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ഈ 2 കാര്യങ്ങളും ഞങ്ങൾക്ക് നേടിത്തന്നത് അമ്മ മാതാവാണ്. പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഞാൻ, എൻ്റെ വീടം കായംകുളത്താണ്, മാന്നാറിന്ന് ഞാൻ കായംകുളത്ത് കൊണ്ടുപോയി അവിടെ എല്ലാവർക്കും കൊടുത്ത് മാതാവിൻ്റെ കാര്യം ഞങ്ങളോട് പറഞ്ഞു തന്ന പോലെ ഞാൻ എന്നെക്കൊണ്ടാവുന്ന പോലെ എല്ലാവരോടും പറയുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ ഒരാളും കൂടി ഇന്ന് ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ അനുഭവം കണ്ടിട്ട് വന്നതാണ് അവർ.